1998 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞതിനു ശേഷം കിട്ടാക്കനിയായിരുന്ന ഡൽഹി ഭരണമാണ് BJP ഇന്ന് തിരിച്ചുപിടിച്ചത്. കൃത്യമായ ആസൂത്രണത്തോടെ കഴിഞ്ഞ 18 മാസമായി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് BJPയുടെ ചരിത്ര വിജയത്തിന്റെ പ്രധാന കാരണം. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളും അരവിന്ദ് കെജ്രിവാളിനെതിരായ ആരോപണങ്ങളിലും ഊന്നിയായിരുന്നു പാർട്ടിയുടെ പ്രചാരണം. അഴിമതിക്കെതിരെ ഒരിക്കൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ആം ആദ്മി പാർട്ടി തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ മദ്യനയ അഴിമതിയിൽ പ്രതിക്കൂട്ടിലായതോടെ BJP അവസരം നന്നായി മുതലെടുത്തു. മദ്യനയ അഴിമതി മുതൽ യമുനയിലെ വിഷജല പരാമർശം വരെ BJP ആയുധമാക്കിയപ്പോൾ ആം ആദ്മി പാർട്ടി തീർത്ത പ്രതിരോധം പാളി. RSSന്റെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും BJPക്ക് ഗുണം ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു മധ്യവർഗ സമൂഹത്തെ കൂടെ നിർത്തുന്ന നിർമ്മല സീതാരാമന്റെ ജനപ്രിയ ബജറ്റ്. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 തെരഞ്ഞെടുപ്പ് റാലികളും BJP വിജയത്തിൽ നിർണായക സ്വാധീനമാണ് ചെലുത്തിയത്. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നതിന്റെ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. ഇനി അറിയേണ്ടത് ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നതാണ്. പല പേരുകളും BJP ക്യാമ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത കൂടുതൽ. മുൻ ഡൽഹി മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേഷ് വർമ്മ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ്, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ സതീഷ് ഉപാധ്യായ, മനോജ് തിവാരി എന്നിവരുടെ പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുവെന്നാണ് സൂചന. ഇതിനിടയിൽ അടുത്ത സർക്കാർ ആം ആദ്മി പാർട്ടി സർക്കാർ നടത്തിയ അഴിമതികളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പർവേഷ് വർമ്മ അറിയിച്ചു. देखिए, हमारी तो पहली प्राथमिकता में यहाँ की महिलाओं को 2500 रुपये का हमने वायदा किया है. हमने सारे करप्शन के ऊपर में SIT का गठन करने की बात करी थी. हमने यमुना रिवर फ्रंट बनाने की बात करी थी. दिल्ली में पॉल्यूशन कम करने की बात करी थी. दिल्ली में ट्रैफिक कंजेशन कम करने की बात की थी. ഇനി ഡൽഹി രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടി ചുവടുറപ്പിക്കാതിരിക്കാനുള്ള നടപടികളാകും BJP സർക്കാർ സ്വീകരിക്കുക. B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.